കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ തിരുമുറ്റത്ത് ഭക്തിയുടെ തിരമാലകൾ ഉയരുന്ന വേളയാണ്. ഉത്സവത്തിനു മുന്നോടിയായിട്ടുള്ള ഓരോ നിമിഷവും അവിടെ ഭക്തിയുടെ തിരമാലകളാണ് ഉയരുന്നത്. ഇന്ന് ഉച്ചപൂജയ്ക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതീവ ഹൃദ്യമായിട്ടുള്ള ഒരു ഭാവത്തിലാണ്. ഭാരതീയ സങ്കല്പമനുസരിച്ചിട്ട് വടപത്രശായിയായ ഭഗവാൻ പ്രളയകാലത്ത് ആലിലയിൽ കിടന്ന് സ്വന്തം പാദവിരൽ നുണയുന്ന ആ പഴയ രൂപത്തെ അനുസ്മരിക്കുന്നതാണ് ഇന്നത്തെ അലങ്കാരം. ആലിലയിലല്ല കിടക്കുന്നത്, എന്നാലും കുഞ്ഞു പൈതലായിട്ട് മലർന്നു കിടന്ന് വലത് കാലിലെ പെരുവിരൽ നുണയിന കുഞ്ഞുണ്ണിക്കണ്ണനായിട്ടാണ് ഇന്ന് അലങ്കരിച്ചിട്ടുള്ളത്. ഇന്നത്തെ അലങ്കാരം യോഗീശ്വരന്മാർ പോലും ധ്യാനിച്ചു പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആ പരമാത്മ തത്വം ഒരു കൊച്ചു പൈതലായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ വിരാജിക്കുകയാണ്. ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ മലർന്നു കിടന്ന് ഇടത് കാലിങ്ങനെ കുറച്ച് പൊക്കി വെച്ചിട്ട് വലത് കാലിൻ്റെ വിരൽ നുണയുന്ന രൂപമാണ്. അത് ഇങ്ങനെ നമ്മുടെ മനസ്സിലുകളിലൊക്കെ വാത്സല്യ രസം നിറയ്ക്കുന്ന ഒരു രൂപമാണ്. മഞ്ഞപ്പട്ടുകൊണ്ട് തീർത്ത പട്ടുകോണകാണ് ഭഗവാന്റെ വേഷം. ഒരു കുഞ്ഞു വാവയായിട്ട് ഭഗവാൻ ഇങ്ങനെ കിടക്കുകയാണ്. കൈകളിലും തോളുകളിലും സ്വർണ്ണവളകൾ തിളങ്ങുന്നുണ്ട്, കാലുകളിലെ പൊന്തളകൾ ചാർത്തിയുണ്ട്. ഇവയുടെയൊക്കെ കിലുക്കുണ്ടല്ലോ, അത് ഭക്തര് നമ്മുടെ ഹൃദയത്തിലാണ് അനുഭവിക്കുന്നത്. മന്ദഹാസം തൂകുന്ന ആ മുഖത്ത് കളഭം കൊണ്ട് ചാർത്തിയ 3 മയിൽപീലികളുണ്ട്. സ്വർണ്ണക്കോപ്പുകൾ ചാർത്തിയ ചെവിയിൽ ചെവിപ്പൂക്കളുണ്ട് തിളങ്ങണു. എല്ലാവരുടെയും കാണുന്നവരുടെയൊക്കെ കണ്ണും മനസ്സും ആ തിരുമുഖത്ത് തന്നെ ഉടക്കി നിൽക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അലങ്കാരമാണ് കുഞ്ഞുവാവയായിട്ട് ഉണ്ണിക്കണ്ണൻ കിടക്കുന്നത്. വിരലും ഉണ്ടിട്ട് പുഷ്പങ്ങളാൽ സമൃദ്ധാണ് ഇന്നത്തെ അലങ്കാരം. കഴുത്തിൽ മനോഹരമായ മുല്ലമുട്ടുമാലയുണ്ട്, വളയം പോലുള്ള മാലകളുണ്ട്, വെളുത്ത പൂക്കളും, അതായത് നമ്മുടെ നന്ദ്യാർവട്ടം തുളസിക്കുമിടയിൽ ചുവന്ന തെച്ചിപ്പൂക്കൾ കൊണ്ട് കോർത്തിണക്കിയ 2 തിരുമുടി മാലകൾ ഭഗവാന്റെ ശിരസിൽ ചാത്തിയുണ്ട്. താമര, തുളസി, തെച്ചി എന്നിവ കൊണ്ട് തീർത്ത വലിയ ഉണ്ടമാലകൾ ഭഗവാന്റെ പാർശ്വങ്ങളിലായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. 5 6 ഉണ്ടമാലകൾ വിധാനമായിട്ട് മേൽഭാഗത്ത് ഇങ്ങനെ ഭംഗി കൂട്ടുന്നുണ്ട്. പ്രിയപ്പെട്ട തുളസിക്കൊപ്പം താമരപ്പൂക്കളും കൂടി ചേരുമ്പോൾ ശരിക്കും ആ ദൃശ്യം അങ്ങനെ സ്വർഗീയമായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ സ്വന്തം കാൽവിരൽ വായിൽ വെക്കുന്നത്? ഇതിന് ആഴേറിയ ഒരു ആത്മീയ അർത്ഥം കൂടിയുണ്ട്. പ്രപഞ്ചനാഥനായ ഭഗവാന്റെ പാദപത്മങ്ങൾ ഭക്തർക്ക് മുക്തി നൽകുന്നതാണ്. തൻ്റെ പാദങ്ങളിലെ ആ മധുരം എന്താണ് എന്ന് സ്വയം അറിയാൻ ഭഗവാൻ ശ്രമിക്കണു എന്നുള്ള പോലെയുള്ള ഒരു ലീലയാണ് ഈ കുഞ്ഞു പൈതലായിട്ട് പാദം നുകരുന്നത്. സർവശക്തനായ ഈശ്വരൻ ഒരു ചെറിയ കുട്ടിയുടെ ഭാവം സ്വീകരിക്കുന്നത് ഭക്തർക്ക് തന്നിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആ വാത്സല്യ ഭാവത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ കടന്നുകൂടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള കലശച്ചടങ്ങുകളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. കലശത്താൽ ശുദ്ധി വരുത്തിയ വിഗ്രഹത്തിൽ ഭഗവാന്റെ ചൈതന്യം ഇങ്ങനെ ഉജ്ജ്വലമായി ജ്വലിക്കുകയാണ്. ആ ആനന്ദം ഭഗവാന്റെ തിരുമുഖത്തും പ്രകടമാണ്. വലത് കാലിലെ കുഞ്ഞു വിരല് വായോട് ചേർത്ത് പുഞ്ചിരി തൂകി നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനെ നമുക്ക് മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കാം. നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ട് ആ രൂപം ധ്യാനിക്കാം. ജീവിതത്തിലെ കഷ്ടതകളിലും ദുഃഖങ്ങളിലും ഭഗവാന്റെ ഈ ആനന്ദമൂർത്തി നമുക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആ തൃപ്പാദങ്ങൾ മുറുകെ പിടിച്ച് നമുക്ക് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.